ആനയിറങ്കൽ ശങ്കരപാണ്ഡ്യൻമേട്ടിലെ അനധികൃത റോഡ് നിർമ്മാണം ഒരുവിധ അനുമതിയുമില്ലാതെയെന്ന റവന്യൂ വകുപ്പ്. മേഖലയിലെ റവന്യൂ ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങളും വില്ലേജ് ഓഫീസർ സൂക്ഷിച്ചിട്ടില്ലെന്ന വിവരാവകാശത്തിന് മറുപടി. സ്ഥല ഉടമകൾക്ക് നൽകിയ സ്റ്റോപ്പ് മെമ്മോ അനധികൃത നിർമ്മാണം നടത്തിയ സിബി ജോസഫ് കൈപ്പറ്റിയത് ഉടമകൾ സ്ഥലത്ത് സ്ഥിരതാമസക്കാരല്ലാത്തതിനാലെന്ന് റവന്യൂ വകുപ്പിന്റെ ന്യായീകരണം. രാജകുമാരി വില്ലേജ് പരിധിയിൽ വരുന്ന ആനയിറങ്കൽ ശങ്കരപാണ്ഡ്യൻമേട്ടിലെ ചെങ്കുത്തായ കുന്നിടിച്ചു നിരത്തി റോഡ് നിർമ്മിച്ചത് ഒരുവിധ അനുമതിയുമില്ലാതെയെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മേഖലയിലെ സർക്കാർ ഭൂമി സംബന്ധിച്ച രേഖകൾ ക്രോഡീകരിച്ച വില്ലേജ് ഓഫീസിൽ സൂക്ഷിച്ചിട്ടില്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ പ്രദേശത്ത് സർക്കാർ ഭൂമിയുണ്ടെങ്കിൽ അതെങ്ങനെ സംരക്ഷിക്കുമെന്നും കയ്യേറ്റമുണ്ടായാൽ എങ്ങനെ കണ്ടെത്തുമെന്ന ചോദ്യവും ബാക്കിയാണ്. അനധികൃതമായി കുന്നിടിച്ചു നിരത്തി റോഡ് നിർമ്മിച്ച സിബി ജോസഫ് എന്ന അടിമാലി സ്വദേശി റവന്യൂ വകുപ്പിൽ അപേക്ഷ നൽകുകയോ റോഡ് നിർമ്മാണത്തിന് സ്ഥല ഉടമകൾ അനുമതി നൽകിയ രേഖയും ഹാജരാക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടും സ്ഥല ഉടമകൾക്ക് നൽകിയ സ്റ്റോപ്പ് മെമ്മോ ഇയാൾ ഒപ്പിട്ടു വാങ്ങിയത് സ്ഥല ഉടമകൾ രാജകുമാരി വില്ലേജ് പരിധിയിലെ സ്ഥിരതാമസക്കാരല്ല എന്നതിനാലാണെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം. സർക്കാർ ഭൂമിയെ സംബന്ധിച്ച് വിവരങ്ങൾ സൂക്ഷിക്കാതെയും അനധികൃത നിർമ്മാണം നടത്തിയ വ്യക്തിയെയും സംരക്ഷിക്കുന്ന നിലപാടാണ് റവന്യൂ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നുമാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഗ്രീൻ കെയർ കേരളയ്ക്ക് പരാതി ലഭിക്കുകയും ഞങ്ങൾ അവിടെ ചെന്ന് നേരിട്ട് ഈ അനധികൃത റോഡ് വെട്ടും കയ്യേറ്റവും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും അതുപോലെ വിജിലൻസ് ഡയറക്ടർക്ക് കാക്കനാട് കേന്ദ്രീകരിച്ചുള്ള ഡെപ്യൂട്ടി കളക്ടർ എന്നിവർക്ക് പരാതി കൊടുക്കുകയും ചെയ്തെങ്കിലും ഇതുവരെ ടിയാനെ കയ്യേറ്റമോ അനധികൃതമായ റോഡ് വെട്ടിയതിനെതിരെ നടപടിയെടുക്കുകയോ ഒന്നും ചെയ്യാത്ത ഈ സാഹചര്യത്തിൽ ഞങ്ങൾ വീണ്ടും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുകയാണ്. അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ്, ഇവിടെ ഇത്ര ഉയർന്ന അതീവ പാരിസ്ഥിതിക ഈ പ്രദേശത്തെല്ലാം വലിയ ശക്തമായ മഴയിൽ വലിയ മണ്ണിടിച്ചിലും മറ്റുമുണ്ടായി വലിയ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കാലേക്കൂട്ടിയെങ്കിലും ടിയാനെതിരെ ശക്തമായ നടപടിയെടുക്കണം. അതുപോലെ ടിയാനെ സംരക്ഷിക്കുന്ന രാജകുമാരി വില്ലേജ് ഓഫീസറെയും അവിടുത്തെ മറ്റു ഉദ്യോഗസ്ഥരെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും ഈ കയ്യേറ്റം നടത്തിയ അടിമാലി സ്വദേശിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേസമയം അനധികൃത റോഡ് നിർമ്മാണം റവന്യൂ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച വ്യക്തത വരുത്തുന്നതിനായി സർവേ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും ഇതു സംബന്ധിച്ച റിപ്പോർട്ട് സർവേയർ തഹസിൽദാർക്ക് നൽകുന്നതിന് ശേഷമാകും തുടർ നടപടികൾ ഉണ്ടാവുക എന്നുമാണ് റവന്യൂ വകുപ്പ് വ്യക്തമാക്കുന്നത്. സിറ്റി വിഷൻ പൂപ്പാറ.